കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത, ഇന്നുവരെ നമ്മോട് കൂടെ ഇരുന്ന, ഇരുളിൽ വെളിച്ചമായി, ഏകാന്തതകളിൽ സഖിയായി, രോഗങ്ങളിൽ സൗഖ്യമായി, സൗഖ്യദായകനായി നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞ ത്രിയേക ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെത്താൻ അർപ്പിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും ആദരവും വന്ദനവും ഏവർക്കും അറിയിക്കുന്നു. ഈ മാസത്തിന്റെ ഒടുവിലത്തെ ശനിയാഴ്ച, ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം, നമുക്കൊരുമിച്ച് വീണ്ടും തിരുവചന പഠനത്തിനായി പല സ്ഥലങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചല്ലോ. ആയതിനായി അവിടുത്തേക്ക് സ്തോത്രവും മഹത്വവും ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും ദൈവം വിശ്വസ്തനായിരുന്നു. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അത് ത്യജിക്കുവാൻ ദൈവത്തിന് കഴിയുകയുമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായി തന്നെ തുടരുന്നത്. തിന്മയ്ക്ക് പകരം നമ്മോട് ദൈവം തിന്മ ചെയ്യാത്തത് ദൈവം തന്നോട് തന്നെ വിശ്വസ്തനായിരിക്കുന്നു എന്ന കാരണത്താലാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ ഈ ദൈവത്തിന് പൂർണ്ണമായും തീരെഴുതി കൊടുത്തവരായി, നമ്മെ തന്നെ ഈ ദൈവത്തിന് വിറ്റുകളഞ്ഞവരായി തീരുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നാം താന്താങ്ങൾക്കുള്ളവരല്ല എന്ന തികഞ്ഞ ബോധ്യത്തോടെ നമുക്ക് വേണ്ടി നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില നൽകിയ നമ്മുടെ കർത്താവിന് നമ്മെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം അവിടുത്തെ മഹത്വത്തിനായിട്ട് വിനിയോഗിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. സ്തോത്രം. പൗലോസ് പറയും പോലെ നമ്മുടെ ജീവിതം ദൈവത്തിന് സുരഭിലമായി തീരുവാൻ, സ്വീറ്റ് അരോമയ്ക്ക് ആയി തീരുവാൻ ദൈവം ഇടവരുത്തട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളത്തെ നമ്മുടെ സഭായോഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാനും ഏറിയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ പ്രാദേശിക സഭയിൽ ഇൻ പേഴ്സൺ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദീർഘ ദിവസങ്ങളായിട്ട് പുറത്തായിരുന്നുവല്ലോ, ശാരീരിക പ്രയാസം കൊണ്ടും യാത്രകൾ കൊണ്ടും. തുടർന്നും നിങ്ങളെവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലോക്കിന് വേണ്ടി, ചെറിയ ആട്ടിൻകൂട്ടത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. തിരുവെഴുത്തുകളിലേക്ക് തിരിയുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന ദൈവപ്രവർത്തികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയിൽ ഉറ്റിരിക്കുകയാണ്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ദൈവം ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവം, അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, സ്തോത്രം, എന്തുകൊണ്ട് യുക്തമായിരുന്നു എന്നതാണ് നമ്മുടെ ചിന്താവിഷയം.
ചില ആഴ്ചകളായി, ദിവസങ്ങളായി നാം ആ വിഷയം കൈകാര്യം ചെയ്യുന്നു. എത്രയും വേഗം അത് അവസാനിപ്പിച്ച് മുൻപോട്ട് പോകണമെന്നുള്ള ഒരു തിടുക്കത്തിലാണ് ഞാൻ. ഒരിക്കൽ കൂടെ നമുക്ക് 10-ാമത്തെ വാക്യം വായിക്കാമല്ലോ. സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു എന്ന ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ, നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എന്തുകൊണ്ട് യുക്തമായിരുന്നു എന്നുള്ളതിൽ നമ്മൾ 5-ാമത്തെ കാര്യമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, അല്ലേ? സ്തോത്രം. അത് 5-ാമതായി നാം നോക്കിയത് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ മനുഷ്യത്വത്തിന് തെളിവാണ് യേശുവിൻ്റെ മരണം എന്നതിനാൽ അത് തികച്ചും യുക്തമായിരുന്നു. അതിന് നമ്മൾ കണ്ടു, പലരും യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തെ നിഷേധിക്കുന്നു. ദൈവത്വത്തെ അംഗീകരിക്കുന്ന പലരും യേശുവിൻ്റെ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഉള്ള ഉപദേശത്തിൽ പല തെറ്റായ ഉപദേശങ്ങളും, സ്തോത്രം, തെറ്റായ ധാരണകളും അറിഞ്ഞോ അറിയാതെയോ ക്രൈസ്തവ ലോകത്തും അക്രൈസ്തവ ലോകത്തും നിലനിൽക്കുന്നുണ്ട്. സ്തോത്രം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ ഏത് ക്രിസ്തു ആകുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സുവിശേഷത്തിലും യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തെയും യേശു തന്നെ മശിഹ എന്നതിനെയും ഊന്നിപ്പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഇനിയും 2-ാം ലേഖനം 7-ാം വാക്യവും കൂടെ, 2nd Epistle verse 7. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും ഏത് ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. സ്തോത്രം. ഇനിയും അതിന്റെ 10-ാമത്തെ വാക്യവും കൂടെ. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. 1-ാം ലേഖനത്തിൽ യോഹന്നാൻ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധികൾക്കെതിരെയാണ്. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുന്നവരെ കുറിച്ച്. ഇപ്പൊ ഈ 2 ഉപദേശങ്ങളും ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പ്രബലപ്പെട്ടിരുന്നു. ഈ 2 ദുരുപദേശങ്ങളും, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധവും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വ നിഷേധവും. Both these heretical teachings were prominent even in the 1st century, denying the divinity, the deity of Jesus, so also the humanity of Jesus. The Bible writers like Paul and John
they were refuting these heresies and defending the true doctrine. എപ്പോഴും നമുക്കും വേണ്ടതാണിത്. ദുരുപദേശ ഖണ്ഡനവും സതുപദേശ സംരക്ഷണവും നാം എപ്പോഴും ചെയ്യേണ്ട കാര്യമായത്. We need to refute even the very silly heresies. വളരെ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന തെറ്റായ ഉപദേശങ്ങളെ പോലും നമുക്ക് മുളയിലെ നുള്ളിക്കളയണം, വേരോടെ പിഴുതു കളയണം. നമ്മുടെ സഭകളിൽ നമ്മിലും അനുവദിച്ചുകൂടാ. അതുപോലെ തന്നെ പഥ്യോപദേശ സംരക്ഷണവും നമ്മുടെ കടമയാണ്. കൊടിപിടിക്കാൻ പോകണമെന്നും സമരം ചെയ്യണമെന്നും ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് സാധിക്കുന്ന എല്ലാ രീതികളിലും വേദപുസ്തകം അനുവദിക്കുന്ന അവസ്ഥകളിലൂടെ ഇത് രണ്ടും നാം ചെയ്യണം. മുൻപും നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലും. കേരളത്തിന് പുറത്തൊരു പക്ഷേ അത്രമാത്രം ഉണ്ടായിരുന്നിരിക്കില്ല. ദുരുപദേശ ഖണ്ഡനങ്ങളെന്നും പറഞ്ഞ് യോഗങ്ങൾ പ്രത്യേകാൽ വയ്ക്കാറുണ്ടായിരുന്നു. ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ധാരാളം അങ്ങനെയുള്ള യോഗങ്ങൾ പരസ്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംവാദങ്ങളുണ്ട്. അന്ന് അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പരസ്യ ഖണ്ഡന പ്രസംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പുസ്തകങ്ങൾ എഴുതുമായിരുന്നു, ലേഖനങ്ങൾ എഴുതുമായിരുന്നു. ഈ ഖണ്ഡനങ്ങൾ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ദുരുപദേശകരെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളതല്ല. ഈ ദുരുപദേശത്തിലേക്ക് വഴുതി വീഴാൻ ഇടയുള്ള സാധാരണക്കാരായ വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. സ്തോത്രം. മനസ്സിലായോ? ഈ ദുരുപദേശകരെ മാനസാന്തരപ്പെടുത്തുക എന്ന ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തോടെ അല്ല ഈ ഖണ്ഡന പ്രസംഗങ്ങൾ നടത്താറ്. ഖണ്ഡന പ്രസംഗമോ ഖണ്ഡന ലേഖനങ്ങളോ ഒക്കെ ആകാം. പിന്നെന്താ? ആയതിലേക്ക് ദൈവമക്കൾ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ടു പോകരുത് എന്നതാണ് ലക്ഷ്യം. 1 യോഹന്നാൻ 2:26 ഒന്ന് വായിച്ചോളൂ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. കണ്ടോ? നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവരെ രക്ഷയിലേക്ക് വരുത്തുക എന്നുള്ളതല്ല. അതൊരു പക്ഷേ സാധ്യമല്ല. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്മാറുന്നവരെ മടക്കി വരുത്തുക സാധ്യമല്ല. എന്നാൽ അവര് ലക്ഷ്യമിടുന്ന കുഞ്ഞാടുകളെ ചെന്നായ്ക്കൾ പിടിച്ചുകൊണ്ട് പോകാതിരിക്കുവാൻ ഈ കുഞ്ഞാടുകളുടെ സംരക്ഷണമാണ് ഇങ്ങനെയുള്ള ലേഖനങ്ങളുടെ, പ്രസംഗങ്ങളുടെ, ക്ലാസ്സുകളുടെ ഒക്കെ ലക്ഷ്യം. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ദുരുപദേശങ്ങളും ദുരുപദേശകരും വർദ്ധിക്കുമ്പോൾ അതിനനുസൃതമായി നമ്മുടെ സഭകളിൽ പഥ്യോപദേശത്തെ കൂടുതൽ വിശദമാക്കിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കണം, പ്രസംഗിക്കണം. അല്ലെങ്കിൽ ഈ ദുരുപദേശകന്മാർ ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരുടെ അടുക്കൽ വന്ന് അവരുടെ ദുരുപദേശങ്ങളൊക്കെ വിശദമായി പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പഥ്യോപദേശം നമ്മുടെ വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. നമ്മളൊരു തട്ടുപൊളിപ്പൻ പ്രസംഗമൊക്കെ നടത്തി ഭയങ്കര അനുഗ്രഹമായിരുന്നു, ഭയങ്കര സാന്നിധ്യമായിരുന്നു, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോവുക. നമുക്കൊരു ഫീലിംഗ് മതി. ആ ഫീലിംഗ് കൊണ്ട് ഈ പരിപാടി നടക്കത്തില്ല.
ഫീലിംഗ് എന്നല്ല, ഭയങ്കര ഫീലായിരുന്നു എന്ന് അവരെന്നെ, ഫീലായിരുന്നു. ഈ ഫീല് കിട്ടുമെന്നേ, ഭയങ്കര ഫീല് കിട്ടുന്ന വേറെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതിന് ഈ പാട്ടും പ്രാർത്ഥനയും ഒന്നും വേണമെന്നില്ല ഫീല് കിട്ടാൻ. പക്ഷേ പഥ്യോപദേശം അറിയാത്തവരായി, വചനം അറിയാത്തവരായി ജനം ദുരുപദേശങ്ങളാൽ ആകർഷിക്കപ്പെടുന്നു. അത് നമ്മൾ തടയണം. അതിന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ പഥ്യോപദേശം പഠിപ്പിക്കണം. ഇവിടെ അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിലും അതാണ് ചെയ്യുന്നത്. യോഹന്നാനും പൗലോസും തുടങ്ങിയുള്ള എല്ലാ വേദപുസ്തക എഴുത്തുകാരും, പ്രത്യേകിച്ച് പുതിയ നിയമ എഴുത്തുകാരും അതാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങേയറ്റം പുതിയ നിയമത്തിലെ ഏക വിജാതീയ എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ലൂക്കോസ്. ഓൺലി നോൺ ജൂയിഷ് റൈറ്റർ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്, ഡോക്ടർ ലൂക്ക്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് കണ്ടോ, സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യ മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായിരുന്നവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. കണ്ടോ, ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന, ഒരുപക്ഷെ പത്രോസിന്റെ ശുശ്രൂഷയാൽ വന്നിട്ട് പൗലോസിന്റെ ശുശ്രൂഷയിൽ പങ്കാളിയായി തീർന്ന ഒരു വിജാതീയനാണ്, യഹൂദേതരനാണ് ഈ ലൂക്കോസ്. തൊഴിൽ കൊണ്ട് ഡോക്ടർ, വൈദ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ തന്നെ നല്ല ഒരു എഴുത്തുകാരനും കൂടെ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളും ഈ ലൂക്കോസിന്റെ സുവിശേഷവുമൊക്കെ അദ്ദേഹം നമുക്ക് എഴുതി തന്നത്. എഴുതാനുള്ള കാരണം അദ്ദേഹം വിശദമാക്കുന്നു. നമ്മുടെ ഇടയിൽ നടന്നു വന്നതെന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതം, ശുശ്രൂഷകൾ, ക്രൂശുമരണം ആദിയായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അങ്ങനെയും ഇങ്ങനെയുമൊക്കെയുള്ള പല വാർത്തകൾ പലരും പറഞ്ഞും എഴുതിയും പ്രചരിപ്പിക്കുമ്പോൾ വസ്തുതകളുടെ ശരിയായ ഒരു നിലപാട് നീ അറിയണം എന്ന് വെച്ച് ഞാൻ ആ കാര്യങ്ങളൊന്ന് ക്രമത്തിൽ നിനക്ക് എഴുതി തരികയാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സഭകളിൽ, നമ്മുടെ സഭാ നേതൃത്വങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ലോക്കൽ സഭാ ശുശ്രൂഷകന്മാർ, എന്നെ പോലെയുള്ള ലോക്കൽ പാസ്റ്റേഴ്സ് ചെയ്യേണ്ടത് ഇതാണ്. എവിടെ നമുക്ക് 2 വാക്ക് ദൈവമക്കൾക്കിടയിൽ പറയാൻ കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണിത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ച ദൈവജനത്തെ പഥ്യോപദേശത്തിൽ നിലനിർത്തേണ്ടതിന് ശരിയായ ഉപദേശം അവരെ പഠിപ്പിക്കുക. ഇതാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ ശുശ്രൂഷകളുടെ ലക്ഷ്യം ഇതായിരിക്കണം. സ്തോത്രം. നാം സുവിശേഷം അറിയിക്കുന്നവർ ബാരൻ ഫീൽഡുകളിൽ, വെറും ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നവർ ആയാലും നാം ചെയ്യേണ്ടത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ സന്ദേശം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടു വന്നവരെ സഭയ്ക്കകത്ത് നാം ഉപദേശിക്കുമ്പോൾ ഈ പറയപ്പെട്ട സൗണ്ട് ഡോക്ട്രിൻ, പഥ്യോപദേശത്തിൽ അവരെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അവരെ ശരിയായ ഉപദേശം, ക്രിസ്തുവിനെ സംബന്ധിച്ചായാലും ദൈവത്തെ സംബന്ധിച്ചായാലും പരിശുദ്ധാത്മാവിനെ കുറിച്ചായാലും ബൈബിളിനെ കുറിച്ചായാലും
ലോകോൽപത്തിയെക്കുറിച്ചായാലും മനുഷ്യനെക്കുറിച്ച്, രക്ഷ, പാപം, സഭ, സുവിശേഷീകരണം, ശുശ്രൂഷകൾ, കൃപാവരങ്ങൾ, കർത്താവിൻ്റെ വരവ് എന്ന് വേണ്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിൻ്റെ ശരിയായ നിലപാട് വ്യക്തമാക്കുന്നതായിരിക്കണം നമ്മുടെ സന്ദേശങ്ങളും നമ്മുടെ സംഭാഷണങ്ങളും. ഇവിടെ അതാണ് എബ്രായ ലേഖന കർത്താവ് ചെയ്യുന്നത്. സ്തോത്രം. ആ കൊച്ചു വാക്യത്തിനകത്തും ആ വളരെ ചെറിയ വാചകങ്ങൾക്കകത്തും ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ദുരുപദേശ ഖണ്ഡനവും സതുപദേശ പ്രഘോഷണവും എത്ര ശ്രേഷ്ഠമാണെന്ന് ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാമല്ലോ. Even though it is a very simple verse, Hebrews 2:10, but it contains massive, explosive refuting of heretical teachings, especially about Christ, his humanity, his crucifixion, and how the writer is profoundly defending the true doctrine. അതിലാണ് നാം ഇപ്പോൾ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വ നിഷേധികളെയും ദൈവത്വ നിഷേധികളെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി. 1-ാമത്തെ അധ്യായം എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധികളെ കണക്കിന് കൈകാര്യം ചെയ്തു. 2:5 മുതൽക്ക് യേശുവിൻ്റെ മനുഷ്യത്വ നിഷേധികളെയും എബ്രായ ലേഖന കർത്താവ് വെറുതെ വിടുന്നില്ല. സ്തോത്രം. യേശുവിൻ്റെ സമ്പൂർണ്ണ മനുഷ്യത്വത്തെ അരക്കിട്ടുറപ്പിക്കുന്ന പ്രയോഗമാണ്. സ്തോത്രം. If Jesus would not have been, if Jesus were not a man, our salvation was not possible. യേശുക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നില്ലെങ്കിൽ യേശുവിന് നമ്മുടെ രക്ഷാനായകനാകുവാൻ കഴിയില്ലായിരുന്നു. നമ്മുടെ രക്ഷ സാധ്യമാവത്തില്ലായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. കാരണം യേശുവിന് ദൈവത്വത്തിൽ മരിക്കുവാൻ കഴിയില്ല. ദൈവം അമർത്യനാണ്. നമ്മത് തിമോത്തിയോസിന്റെ പൗലോസ് എഴുതിയ ലേഖനത്തിൽ കാണുന്നുണ്ട്. നമുക്കറിയാം 6-ാം അധ്യായത്തിന്റെ 15 മുതൽ. സ്തോത്രം. താൻ മാത്രം ഉള്ളവനുമാകുന്നു. രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യത ഉള്ളവനുമായ എന്നാണ് പൗലോസ് അവിടെ എഴുതുന്നത്. He alone is immortal. സ്തോത്രം. താൻ മാത്രം അമർത്യതയുള്ളവൻ. അങ്ങനെ അമർത്യനായ യേശു തൻ്റെ ദൈവത്വത്തിൽ മാത്രമായി വന്നെങ്കിൽ നമ്മെ രക്ഷിക്കുവാൻ കഴിയാത്തവനായി തീർന്നേനെ. അതുകൊണ്ട് യേശു മനുഷ്യത്വവും സ്വീകരിച്ചു. നമ്മൾ കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ മനുഷ്യത്വ സ്വീകരണം എന്ന് വെച്ചാൽ എന്തല്ല, ദൈവത്വ നിഷേധം അല്ല. സ്തോത്രം. ജീസസ് ഹ്യൂമാനിറ്റി is not abandoning his deity, but we have already seen many a times that it was an addition to his deity.
അത് ഇവിടെ വ്യക്തമാക്കുന്നു. യേശു ക്രൂശിൽ മരിച്ചു. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യനെ പോലെ യേശു ക്രിസ്തു മരിച്ചു. നമ്മളും യേശുവും തമ്മിൽ ഒരൊറ്റ വിഷയത്തിലെ മനുഷ്യത്വത്തിൽ വ്യത്യാസമുള്ളൂ. നമുക്കറിയാമല്ലോ. No sin. യെസ്, സിൻലെസ്നെസ്. ഹി ഹാഡ് നോ സിൻ. സ്തോത്രം. We are often tempted because of the innate sinful nature within us. നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ അകത്തുള്ള പാപപ്രകൃതി നിമിത്തമാണ്. അതുകൊണ്ട് നമുക്ക് പാപത്തോട് ഒരു പ്രതിപത്തിയുണ്ട്, പാപത്തോടൊരു ചായവുണ്ട്. നാച്ചുറലാണത്, സ്വാഭാവികമാണത്. എന്നാൽ യേശുവിൻ്റെ സ്വഭാവത്തിൽ എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു. 1 യോഹന്നാൻ 3:5 നമ്മൾ കാണുന്നുണ്ട്, അവനിൽ പാപമില്ല. ഇൻ ഹിം there was no sin. ഹിന്ദിയിൽ അവിടെ വായിക്കുന്നത് ഉസ്കി സ്വഭാവമേ പാപ് നഹീ ഹൈ. യേശുവിൻ്റെ സ്വഭാവത്തിൽ അഥവാ സ്വാഭാവികമായി യേശു പാപിയല്ല. നമ്മളൊക്കെ സ്വാഭാവികമായി പാപികളാണ്. യേശുവിൻ്റെ സ്വഭാവത്തിൽ പാപമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മെപ്പോലെ പാപം ചെയ്യാനുള്ള പ്രേരണയോ പാപം ചെയ്യാനുള്ള പ്രലോഭനമോ പാപത്തോട് പ്രതിപത്തിയോ തോന്നിയിട്ടില്ല. അത് നമ്മൾ മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 4-ാം അധ്യായത്തിലേക്കും 2-ാം അധ്യായത്തിലേക്കും വരുമ്പോൾ നോക്കുന്നതാണ്. 2-ന്റെ 18-ാമത്തെ വാക്യത്തിലും 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലും ഒക്കെ കുറച്ചുകൂടെ നമ്മൾ അന്നേരം വിശദമാക്കും. ഇപ്പൊ യേശുവിന് നമ്മെപ്പോലെ അകത്ത് നിന്ന് പാപം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ആദാമിനെ പോലെ യേശുവിന് പാപം ചെയ്യുവാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായി. വ്യത്യാസം മനസ്സിലായോ? ആദാമിനെ പോലെ ഉണ്ടായി, നമ്മെപ്പോലെ ഉണ്ടായിട്ടില്ല. എന്താ വ്യത്യാസം? He was tempted by the devil in both ways. Yeah, he was tempted. ഈവൻ ആദാമിന്റെ പ്രലോഭനം, ആദാമിന്റെ എന്ന് പറഞ്ഞാൽ ഹവ്വയുടെ, അവരുടെ പ്രലോഭനം എടുത്തോളൂ. എങ്ങനെയുള്ള പ്രലോഭനമായിരുന്നു? They were enticed by an outer force, an external force. They did not have an enticement from within. പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ തലമുറയ്ക്കുണ്ടാകുന്നത് പോലെ അകത്ത് നിന്ന് പാപം ചെയ്യാനുള്ള താല്പര്യമോ പരീക്ഷയോ പ്രലോഭനമോ ആർക്കുണ്ടായിട്ടില്ല? ആദാം ഹവ്വമാർക്കുണ്ടായിട്ടില്ല. അവർക്ക് പുറത്തു നിന്നുള്ള ഒരു ബാഹ്യശക്തിയുടെ പ്രേരണയാണ് ഉണ്ടായത്. ബാഹ്യശക്തിയുടെ പ്രേരണ, ഉപായത്താൽ അവരെ ചതിച്ചു. They were enticed. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനും ഉണ്ടായി. പുറത്തു നിന്നുള്ള പ്രലോഭനം, അകത്തു നിന്നുള്ള പാപം ചെയ്യാൻ ഉള്ള പ്രേരണയല്ല ഉണ്ടായത്.
പുറത്തുനിന്ന് യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു. പുറത്തുനിന്ന്, ബാഹ്യശക്തിയിൽ നിന്ന്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി യേശു പരീക്ഷിക്കപ്പെട്ടു. പാപം ഒഴികെ. ചിലരതിനെ പരീക്ഷ ഉണ്ടായെങ്കിലും യേശു കടിച്ചു പിടിച്ചിങ്ങനെ നിന്നു, പാപം ചെയ്തില്ല കേട്ടോ. ഇപ്പം വീഴും എന്നൊക്കെ തോന്നെങ്കിലും വീണില്ലെന്നേ ഉള്ളൂ എന്നാണ് പലരും അതിനെ വ്യാഖ്യാനിക്കുന്നത്. അല്ല, അതിൻ്റെ സരളമായ അർത്ഥം ഇപ്പോൾ ഇത്ര നാം മനസ്സിലാക്കുക. അവിടേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നോക്കാം. നമുക്ക് പാപത്തോടുള്ള പ്രതിപത്തി അകത്തു നിന്നും സ്വാഭാവികമായി സ്വപ്നത്തിൽ പോലും ഉണ്ടാകുന്നത് പോലെ യേശുവിന് തൻ്റെ സ്വഭാവത്തിൽ നിന്ന് പാപം ചെയ്യാൻ പ്രലോഭനം ഉണ്ടായിട്ടില്ല. എന്തെന്നാൽ യേശുവിൻ്റെ സ്വഭാവത്തിൽ പാപം ഇല്ലായിരുന്നു. എന്നാൽ ആദാം ഹവ്വമാർ ബാഹ്യശക്തിയാൽ പാപം ചെയ്യാൻ പ്രലോഭിപ്പിക്കപ്പെട്ടതുപോലെ തീർച്ചയായും യേശുവിനും പ്രലോഭനങ്ങൾ ഉണ്ടായി. ഈ പാപം എന്ന് കേൾക്കുമ്പം മിക്കവാറും നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഓടി വരുന്ന ചില പ്രത്യേക പാപങ്ങളുണ്ട്. ഇവിടെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ദൈവഹിതത്തിൽ നിന്നും മാറുക എന്നതാണ് പാപം കൊണ്ട് ഏറ്റവും സരളമായിട്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതിനെ ഞാൻ ഒന്നും കൂടെ വിശദമാക്കാം. 10-ാമത്തെ വാക്യം ഓർമ്മയുണ്ടല്ലോ. കഷ്ടാനുഭവങ്ങളാൽ യേശുവിനെ തികഞ്ഞവനാക്കി. Jesus was made perfect through suffering. Jesus was made perfect through suffering. ഈ കാര്യം പെർഫെക്റ്റ് എന്നുള്ളത് തികഞ്ഞവനായി, തികഞ്ഞു, തികവ് എന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാം. സ്തോത്രം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് യേശുവിന് ബാഹ്യശക്തികളിൽ നിന്ന്, ബാഹ്യശക്തികൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് സാത്താൻ തന്നെയാണ്. ആദം ഹവ്വമാർക്ക് എതിരായിട്ട് പ്രവർത്തിച്ച അതേ ശക്തി, മാനവകുലത്തിനെതിരായിട്ട് പ്രവർത്തിച്ച അതേ വ്യക്തിയും ശക്തിയുമായ പിശാച്. പിശാചും വെറും ഒരു ശക്തിയല്ല, അവനൊരു വ്യക്തിയാണ്. വളരെ ശക്തനായ ഒരു വ്യക്തി, വളരെ ശക്തൻ. വളരെ ശ്രദ്ധിക്കണം പദങ്ങൾ. സർവശക്തനായ ഒരു വ്യക്തി അല്ല പിശാച്, അത് ദൈവം മാത്രമാണ്. സർവശക്തനായ വ്യക്തി നമ്മുടെ ത്രിയേക ദൈവം മാത്രമാണ്. എന്നാൽ പിശാച് വളരെ ശക്തനായ ഒരു വ്യക്തിയാണ്. അവനാണ് മനുഷ്യകുലത്തിനെതിരായി അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയതും പാപം ചെയ്യിച്ചതും. യേശുക്രിസ്തുവും തൻ്റെ മനുഷ്യത്വത്തിൽ വന്നപ്പോൾ ആരുടെ അധീനതയിലുള്ള ലോകത്തിലേക്കാണ് യേശു വന്നത്? സാത്താന്റെ, അല്ലെങ്കിൽ യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തേക്കാണ്. ഭൂമിയല്ല സാത്താന്റെ അധീനതയിലുള്ളത്,
ലോകമാണ്. നോട്ട് ദ എർത്ത് അണ്ടർ the devil or the wicked, but the world is under the control of this wicked one, devil. ആ ലോകത്തിലേക്കാണ് യേശു വന്നത്. ആ സിസ്റ്റത്തിലേക്കാണ് യേശു വന്നത്. ആ സിസ്റ്റത്തിലേക്കാണ്. അപ്പോൾ പിശാചിനും കൂടെ അവകാശമുള്ള ഈ ലോകവ്യവസ്ഥിതിയിൽ യേശു വന്നപ്പോൾ സാത്താന് യേശുവിനെ വെറുതെ വിടാൻ ഇഷ്ടം തോന്നിയില്ല. ദൈവവും അത് അനുവദിച്ചു. അത് ദൈവത്തിൻ്റെ മനുഷ്യ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയുടെ ഭാഗവുമായിരുന്നു. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. Satan from his side wanted to tempt Jesus and defeat him also as he defeated the first Adam. ഒന്നാം ആദാമിനെ വഞ്ചിച്ച് കീഴ്പ്പെടുത്തിയതുപോലെ ഒടുക്കത്തെ ആദാമായ യേശുവിനെയും, യേശു ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വഞ്ചിച്ച് കീഴ്പ്പെടുത്താൻ സാത്താൻ ആഗ്രഹിച്ചു. പരിശ്രമിക്കുകയും ചെയ്തു. ഒക്കെ നമുക്കറിയാം. സാത്താൻ മാത്രമാണോ അതിന് ശ്രമിച്ചത്? അല്ല. ദൈവവും തൻ്റെ പുത്രനെ കുറിച്ച് അത് ആഗ്രഹിച്ചു. ആഗ്രഹിച്ചത് മാത്രമല്ല, God also had purposed all these temptations for Jesus Christ, his sinless son. തൻ്റെ പാപരഹിതനായ പുത്രൻ യേശുക്രിസ്തുവിനായിട്ട് പിതാവായ ദൈവവും ഈ വിധമായ പ്രലോഭനങ്ങളും പരീക്ഷകളും പദ്ധതിയിട്ടു. അനുവദിക്കുക മാത്രമല്ല, അത് ദൈവത്തിൻ്റെ പർപ്പസിങ്ങിൽ പെട്ടതായിരുന്നു. പർപ്പസിങ്ങിൽ. എന്തിനാ? വിടുവിക്കേണ്ടതുണ്ട്. That he might be perfect. യേശു ക്രിസ്തു തികഞ്ഞവനാകേണ്ടതിന്. That his sinless son may be perfect. അപ്പോഴാണ് ഇന്നലെ നമ്മൾ ചോദിച്ച, ഇന്നലെയോ മിനിയാന്നോ ചിന്തിക്കുവാനെന്നും പറഞ്ഞ് ചോദിച്ചിട്ട ചോദ്യം, wasn't Jesus perfect without these temptations and sufferings? ഈ പ്രലോഭനങ്ങളും കഷ്ടതകളും കഷ്ടാനുഭവങ്ങളും കൂടാതെ യേശു തികഞ്ഞവൻ ആയിരുന്നില്ലേ? Yes, he was perfect in his divinity, but in humanity he was. Very good. Of course, Jesus was complete and perfect in his deity. Even without any of these things, ഈ കഷ്ടതകളോ പ്രലോഭനങ്ങളോ ഒന്നും കൂടാതെ തന്നെ ക്രിസ്തു തൻ്റെ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിൽ താൻ പരിപൂർണൻ ആയിരുന്നു. സ്തോത്രം. In his morality, in his holiness, in everything he was so equal with the Father. പിതാവായ ദൈവത്തോട് സകലത്തിലും തത്തുല്യനായി യേശുക്രിസ്തു തൻ്റെ ദൈവത്വത്തിൽ സമ്പൂർണനായിരുന്നു. ഒന്നും യേശുവിന് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നില്ല. സ്തോത്രം. എന്നാൽ
സ്തോത്രം. He was completely perfect in his divine attributes. And also, he was perfect in moral obedience and morality. സ്തോത്രം. But in his humanity, as he was representing you and me, the descendants of the first Adam, Jesus had to prove his perfectness, completeness. Praise God. In obedience to the Father. യേശുക്രിസ്തു ഇപ്പോൾ ഒന്നാം മനുഷ്യനായ ആദമിൻ്റെ വംശപാരമ്പര്യത്തിൻ്റെ പ്രതീകമായിട്ട്, പ്രതിപുരുഷനായിട്ടാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. ഒന്നാം മനുഷ്യനായ ആദമിൻ്റെ പ്രതിപുരുഷനായി, ഒന്നാം മനുഷ്യനായ ആദമിൻ്റെ വംശം, നാം ഉൾപ്പെടുന്ന വംശത്തിൻ്റെ പ്രതീകവും പ്രതിനിധിയുമായിട്ടാണ് യേശു വന്നിരിക്കുന്നത്. അപ്പോൾ ആദാം പരാജയപ്പെട്ട ഇടത്ത് യേശുവിന് ജയാളിയായിട്ട് മാറണം. ആദാമിൻ്റെ പാപം ഒറ്റ വാക്കിൽ എന്തായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആദമിന്റെ പാപം അനുസരണമില്ലായ്മ. ദൈവത്തെ അവിശ്വസിച്ചു. അനുസരണക്കേട്. അവിശ്വസിച്ചു, അതിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് റിസൾട്ടായത്, അത് പ്രതിഫലിച്ചത് അനുസരണക്കേടില്ല. വേദപുസ്തകം എടുത്തെടുത്ത് പറയുന്നത്, ആദാമിൻ്റെ പാപത്തെ എടുത്തെടുത്ത് പറയുന്നത് അനുസരണക്കേടെന്നും ലംഘനമെന്നുമാണ്. സ്തോത്രം. റോമാലേഖനം 5:14 നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. ഒന്നും കൂടെ വായിച്ചു നോക്കാം. റോമൻസ് 5:14. Yet death reigned from Adam to Moses, even over those whose sinning was not like the transgression of Adam, who was a type of the one who was to come. കണ്ടോ? ട്രാൻസ്ഗ്രഷൻ ഓഫ് ആഡം. ട്രാൻസ്ഗ്രഷൻ, ലംഘനം. സ്തോത്രം. ലംഘനം. ഈ 5-ാമത്തെ അധ്യായം 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ ആവർത്തിച്ച് ആ കാര്യം പറയുന്നുണ്ട്. ആദാമിന്റെ പാപത്തെ ലംഘനം, ട്രാൻസ്ഗ്രഷനായിട്ട് ഇവിടെ പറയുന്നു. വേഴ്സ് നമ്പർ 14, 14-ാമത്തെ വാക്യം, 17. For if because of one man's trespass death reigned through that one man, 18, much more 18. Therefore, as one trespass led to condemnation for all men, so one act of righteousness leads to justification and life for all men. See, in all these places, transgression of one man. Next verse, 19. For as by the one man's disobedience, the many were one man's disobedience, transgression and disobedience is highlighted as the sin of the first Adam. ഒന്നാം ആദാമിന്റെ പാപമായി എടുത്തെടുത്ത് തിരുവെഴുത്തുകൾ പറയുന്നത്. ഇനിയുണ്ട് മറ്റു പുസ്തകങ്ങളിലും ഇതേ കാര്യം തന്നെ. ലംഘനമെന്നും അനുസരണക്കേടെന്നുമാണ് ആദാമിന്റെ പാപത്തെ എടുത്തു പറയുന്നത്. നമ്മളതിനെ കുറച്ചുകൂടെ
വിശദമായി പഠിച്ചപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പോയിട്ട് സംശയവും അവിശ്വാസവും അനുസരണക്കേടും എന്ന പടിപടിയായി അതിനെ കണ്ടത്. നമ്മൾ ആ നിലയിൽ പോകാതെ വേദപുസ്തകം നേരിട്ട് പറയുന്ന ആദാമിന്റെ പാപത്തെക്കുറിച്ചാണ് ഇപ്പോൾ നോക്കുന്നത്. ലംഘനം, ട്രാൻസ്ഗ്രഷൻ, അനുസരണക്കേട്, ഡിസൊബീഡിയൻസ്. ഈ പാപത്തിന് പരിഹാരം വരുത്തുകയാണ് പാപരഹിതനായ പുത്രൻ യേശുക്രിസ്തു. അതിന് യേശുവൻ എന്ത് ചെയ്തേ പറ്റൂ? യേശുവൻ എന്ത് ആകണം? എങ്ങനെ തന്നെ തന്നെ തെളിയിക്കണം, പ്രൂവ് ചെയ്യണം? How could he prove? By being obedient. By ആദാമിനുണ്ടായ ലംഘനത്തിൽ നിന്ന് ജയിക്കണം. അതെ, ലംഘനത്തോടുള്ളത്. ആദാം പരാജയപ്പെട്ടു. By being enticed by the devil, first Adam transgressed. പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങി ഒന്നാം മനുഷ്യനായ ആദാം ദൈവകൽപ്പന ലംഘിച്ചു. By believing and obeying the devil, first Adam disobeyed God. പിശാചിനെ വിശ്വസിച്ച് അവന്റെ വഞ്ചനയിൽ, ഉപായത്തിൽ കുടുങ്ങി ഒന്നാം മനുഷ്യനായ ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. യേശു അതിന് നേരെ വിപരീതമായിട്ട് തന്നെ തന്നെ തെളിയിക്കണം. ഇപ്പോൾ ആ ഒന്നാം മനുഷ്യന്റെ പാപത്തിൽ നിന്ന് ആ ഒന്നാം മനുഷ്യന്റെ വംശത്തെ മുഴുവനും വീണ്ടെടുക്കുവാനായിട്ട് യേശു വന്നപ്പോൾ, സ്തോത്രം, യേശുക്രിസ്തുവിന് തെളിയിക്കേണ്ട കാര്യമാണ് ഒന്നാം മനുഷ്യനായ ആദമിനെ പോലെ പിശാചിന്റെ ബാഹ്യ പ്രലോഭനങ്ങളിൽ, വഞ്ചനയിൽ കുടുങ്ങി ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്നില്ല. പകരം കഷ്ടതയുടെ പാരമ്യത്തിലും പിതാവിനോട് സമ്പൂർണമായും അനുസരണമുള്ളവനായിരിക്കുന്നു. സ്തോത്രം. ആദാമിന് കൽപ്പന ലംഘിക്കുന്നതിന് പര്യാപ്തമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ രക്ഷാനായകനായി വന്നിരിക്കുന്ന യേശുക്രിസ്തുവിന് കൽപ്പന ലംഘിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. എന്നിട്ടും ക്രിസ്തു പിതാവിൻ്റെ കൽപ്പനകളെ ലംഘിച്ചില്ല. പകരം പിതാവിനോട് ഏറ്റവും അനുസരണമുള്ളവനായിരുന്നു. അതാണ് നമ്മൾ ഇന്നലെ എബ്രായർ 7-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നിന്നും കണ്ടത്. പൗലോസും ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, വിശേഷിച്ച് 6, 7, 8 വാക്യങ്ങളിൽ പറയുന്നത്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. സ്തോത്രം. നമ്മുടെ മക്കൾക്ക് അവർക്കിഷ്ടമുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ, മോനെ ഇതൊന്ന് ചെയ്തേരെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും. എന്നാൽ
അവർക്ക് ഇഷ്ടമുള്ളത് നിഷേധിച്ചിട്ട് അവർ വെറുക്കുന്ന കാര്യങ്ങൾ അവർക്ക് നൽകുമ്പോൾ, ഏറ്റവും കയ്പായത് അവർക്ക് സംഭവിക്കുമ്പോൾ, അവർ സ്വന്തം അപ്പനോട് പോലും ഒരുപക്ഷെ അനുസരണക്കേട് കാണിക്കുവാനാണ് താല്പര്യം അല്ലെങ്കിൽ സാധ്യത. എന്നാൽ പിതാവായ ദൈവം, നമ്മൾ നേരത്തെ കണ്ടു, യേശുവിനെ ക്രൂശിൽ കയറ്റിയതും കൊല്ലുന്നതുമൊന്നും സാത്താന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങൾ അല്ലായിരുന്നു, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് അത് നന്നായിട്ടറിയാം. യേശുക്രിസ്തുവിനെ, ദൈവമായിരിക്കുന്ന, പൂർണ്ണ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഇതെല്ലാം സാത്താന്റെ പദ്ധതിയാടാ മോനെ എന്നും പറഞ്ഞ് കബളിപ്പിക്കാനൊക്കത്തില്ല. ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതെല്ലാം അവന്റെ പരിപാടിയാ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ദേഷ്യവും കയ്പും ഒക്കെ സാത്താനിലേക്ക് തിരിച്ചുവിടാൻ പറ്റത്തില്ല. കാരണം സർവജ്ഞാനിയായ ദൈവമാണ് യേശു. അതുകൊണ്ട് യേശുക്രിസ്തുവിന് അറിയാം, ഇപ്പോൾ യേശുക്രിസ്തു കടന്നു പോകുന്ന ഈ കഷ്ടതകളെല്ലാം ആരുടെ പദ്ധതിയാണെന്ന്? പിതാവായ ദൈവത്തിൻ്റെ. എന്നിട്ടും പൗലോസ് ലീഹ പറയുന്നു, മരണത്തോളം. അത്രയും പറഞ്ഞതുകൊണ്ട് അപ്പോസ്തലന് തൃപ്തി വന്നില്ല. കോമ ഇട്ടിട്ട് പറഞ്ഞു, ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തോട് താൻ അനുസരണമുള്ളവനായിരുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ കണ്ടു, കഷ്ടത എന്ന പള്ളിക്കൂടത്തിൽ യേശുക്രിസ്തു പഠിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എന്നിട്ട് തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും രക്ഷാകാരണമായി തീർന്നു. കണ്ടോ അർത്ഥം? യേശു തികഞ്ഞവനായി എന്നതിൻ്റെ അർത്ഥം, ജീസസ് വാസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ ഒബീഡിയൻസ് against the transgression and disobedience of the first man Adam. ഒന്നാം മനുഷ്യനായ ആദാമിന്റെ ലംഘനത്തിനും അനുസരണക്കേടിനും വിപരീതമായി നമ്മുടെ രക്ഷാനായകനായ യേശുക്രിസ്തു പാപരഹിതനായിരുന്നുകൊണ്ട് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ദൈവകൽപ്പനകളെ ലംഘിക്കാതെ, ട്രാൻസ്ഗ്രസ് ചെയ്യാതെ സമ്പൂർണമായും അനുസരണമുള്ളവനായി തീർന്നു. മനുഷ്യനിൽ നിന്ന് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്വാനം എന്തായിരുന്നു? അനുസരണം. Obedience was the utmost demand of God from humanity. ആ കൊച്ചു കാര്യമെന്ന് നമുക്ക് തോന്നും, ഒരു ചെറിയ കാര്യമെന്ന് നമുക്ക് തോന്നും. സ്തോത്രം. ലംഘനം കൊണ്ടും അനുസരണക്കേട് കൊണ്ടും ദൈവീക പദ്ധതിയിൽ നിന്നും അന്യപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യജാതിയെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുവാൻ, തേജസ്സിലേക്ക് നടത്തുവാൻ നമ്മുടെ രക്ഷാനായകന് അനുസരണമുള്ളവനായിരിക്കേണ്ടി വന്നു. അത് യേശു തൻ്റെ മനുഷ്യ ജീവകാലത്ത് തെളിയിച്ചു. എവിടം വരെ? ക്രൂശ് വരെ. ക്രൂശ് എന്നെടുത്തു പറഞ്ഞിരിക്കുന്നത് പൗലോസ് ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായത്തിൽ
മരണത്തോളം, ക്രൂശിലെ മരണത്തോളം എന്നെടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ ഇനി വ്യാഖ്യാനിക്കാതെ നിങ്ങൾക്കറിയാം. സ്തോത്രം. ഏറ്റവും വേദനാജനകമായ, ഏറ്റവും പരിഹാസ്യമായ, ഏറ്റവും നിന്ദ്യമായ മരണരീതിയായിരുന്നു ക്രൂശ് മരണം. നമുക്കറിയാം അത്. The most ridiculous death, the most reproachable death, painful death. It was the death on the cross. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നത്, അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു പോവുക. നിന്ദ്യമായ മരണം. സ്തോത്രം. വീടില്ലാതെ, സുബോധമില്ലാതെ, ബന്ധുക്കളില്ലാതെ, ആഹാരമോ വസ്ത്രമോ ഇല്ലാതെ റോഡരികിൽ കിടക്കുന്ന ഒരു ഭിക്ഷക്കാരനും വേണ്ട തെണ്ടക്കാരനും ഈഗോ ഉണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവന്റെ ഒരു സ്വയബോധമുണ്ട്, സെൽഫ് അവയർനെസ് ഉണ്ട്. പക്ഷേ ക്രൂശിൽ മരിക്കുന്ന ഒരുവന്റെ ആ ഏറ്റവും വ്യക്തിത്വം പോലും നിഷേധിക്കപ്പെടുന്ന, ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരു മരണമാണ്. എന്നാൽ അതിൽ പോലും യേശുക്രിസ്തു പിതാവിനോട് അനുസരണം കാണിച്ചു. ഗതസമനയിലും അവസാനമായി അതുകൊണ്ടാണ് സമർപ്പിച്ചത്, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, അവിടുന്ന് ഇച്ഛിക്കും പോലെ. സ്തോത്രം. ഇപ്പൊ ക്രൂശിലെ മരണം യേശുവിന്റെ മനുഷ്യത്വത്തിന് തെളിവായിരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അർത്ഥം എന്താണെന്ന്. ഒന്നാം മനുഷ്യനായ ആദാമിന് പകരക്കാരനായി, തികഞ്ഞ ആദാമായി, തികഞ്ഞ മനുഷ്യനായി യേശു തന്നെ തന്നെ ക്രൂശിൽ വെളിപ്പെടുത്തി. ഇറ്റ് വാസ് നോട്ട് when Jesus was performing miracles. Jesus was loyal and obedient to the Father. That was very easy. യേശു അത്ഭുതങ്ങളെ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന്മേൽ ഇരച്ചു കലങ്ങുന്ന, അടിച്ചുയരുന്ന തിരമാലകളിന്മേൽ യേശു നടന്നെടുക്കുമ്പോൾ പിതാവിനോട് അനുസരണം കാണിക്കുന്നത് വളരെ സരളം. ഭൂതങ്ങൾ അലറിയോടുമ്പോൾ, കുഷ്ഠരോഗികൾ സൗഖ്യമാകുമ്പോൾ, 5 അപ്പം കൊണ്ട് ആയിരക്കണക്കിന് പേരെ പോഷിപ്പിച്ച് ധാരാളം കൊട്ടയും വട്ടിയും നിറച്ചെടുക്കുമ്പോഴൊക്കെ പിതാവിനോട് ഓ യു ആർ മൈ ഫാദർ എന്ന് പറയുന്നത് ഈസിയായിരുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു തരുമ്പോൾ പപ്പായോട് അനുസരണ ഭാഗം കാണിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. അന്നേരം കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നത് കൊണ്ടോ പപ്പായുടെ ദേഹമൊക്കെ തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരുന്നത് കൊണ്ടോ അതിലൊന്നിലും ഞാൻ കാര്യം കാണുന്നില്ല. എന്നാ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ, നിങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ, ഇതേ സ്നേഹത്തോടെ സന്തോഷത്തോടെ അത് ഇത് പപ്പ പറഞ്ഞതാ എന്നും പറഞ്ഞനുസരിച്ചാൽ അപ്പോഴാണ് നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഞാൻ പറയുക മാത്രമല്ല, അങ്ങനെ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നയാളാണ്. ഭാര്യയോടും മക്കളോടും ഉൾപ്പെടെ ഞാൻ അക്കാര്യം പറയാറുമുണ്ട്.
ഇതുപോലെ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ അനുസരിച്ചത് ഏദനിലല്ല, സ്തോത്രം, യഹൂദ മരുഭൂമിയിലും തൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ യഹൂദ മരുഭൂമിയിലും ശുശ്രൂഷയുടെ ഒടുക്കത്തിൽ രക്തം വിയർക്കുന്ന ഗെത്സമനയിലും അവസാനത്തുള്ളി രക്തവും വെള്ളവും വരെ ഊറ്റിക്കൊടുത്ത് പ്രാണനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ഗോൽഗോഥായിലുമായിരുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? When the first Adam transgressed against God in the very beautiful garden of Eden, but Jesus Christ proved his perfect humanity by obedience to the Father. In the Judean wilderness, at the beginning of his ministry, soon after his baptism, and at the Garden of Gethsemane, where he was sweating blood at the end of his ministry, and finally at Golgotha, where he emptied himself even of his life-giving blood and water, and gave his spirit into the hands of the Father. And thus he proved himself a perfect man, worthy of becoming captain of our salvation. Praise God. അങ്ങനെ തൻ്റെ ശുശ്രൂഷയുടെ ഒടുക്കത്തിൽ രക്തം വിയർക്കുന്ന ഗെത്സമനയിലും രക്തവും വെള്ളവും അവസാന തുള്ളി വരെ ഊറ്റിയിട്ട് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ഗോൽഗോഥായിലും വരെ അനുസരണമുള്ളവനായി തെളിയിച്ച് താൻ പൂർണ്ണ മനുഷ്യനാണെന്നും മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ ഏകയോഗ്യനായ രക്ഷാനായകനാണെന്നും വെളിപ്പെടുത്തി. അത് ക്രൂശിലായിരുന്നതുകൊണ്ട് ആ ക്രൂശ് മരണം എന്തായിരുന്നു? യുക്തം ആയിരുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യം? പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പാസ്റ്ററെ, ഈ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, കർത്താവ് പറയുന്നുണ്ടല്ലോ, അതായത് എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നു, എൻ്റെ പിതാവിന് ജീവനുള്ളതുപോലെ എനിക്കും ഉണ്ടാകുമാറ് വരം നൽകിയിരിക്കുന്നു. അപ്പം ഈ ആദം ഒരു ലംഘനത്തിലേക്ക് കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ആദത്തിനും അവകാശപ്പെടാമായിരുന്നതാണോ? അതോ നമുക്കറിയാം ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു ക്രിസ്തു എന്നറിയാം, പക്ഷെ ഞാനൊന്ന് അറിയാൻ. ഇല്ല. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ യേശുക്രിസ്തുവിനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് യേശുവിന്റെ ദൈവത്വത്തിലാണ്. പാപം ചെയ്യുന്നതിന് മുൻപുള്ള ആദാമും പാപരഹിതനായ മനുഷ്യനായിരുന്നു എന്നേ ഉള്ളൂ. അവൻ ദൈവമായിരുന്നില്ല, അവനിൽ ദൈവത്വം ഇല്ലായിരുന്നു. ആദാമിന് തന്നിൽ തന്നെ ജീവൻ ഇല്ലായിരുന്നു. അവൻ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിലും അവനിൽ തന്നെ ജീവൻ ഉണ്ടാകത്തില്ലായിരുന്നു. അത് ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് അത് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാമിന് അവകാശപ്പെടാൻ പറ്റുന്ന കാര്യമല്ല, മനുഷ്യത്വത്തിൽ അവകാശപ്പെടുന്ന കാര്യമല്ല. യേശുക്രിസ്തു അത് തൻ്റെ ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിന് മാത്രമേ തന്നിൽ തന്നെ ജീവനുള്ളൂ. ഒരു മനുഷ്യനും, ആദാം ഉൾപ്പെടെയുള്ള ആർക്കും ജീവനില്ല. നമ്മുടെ എല്ലാം ജീവൻ
ദൈവത്തിലാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെത് തന്നിൽ തന്നെയും. ആമേൻ. സ്തോത്രം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ 49-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതാർക്ക് പ്രാണന്റെ വീണ്ടെടുപ്പ് അല്ലെ, അത് ആർക്കും സാധ്യമല്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടെടുപ്പ് ഇപ്പൊ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ നമ്മളെ വീണ്ടെടുത്ത് സ്വർഗസ്ഥലങ്ങളിലേക്കാണല്ലോ ഇരുത്തിയിരിക്കുന്നത്, ഒരു നിത്യം. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇതും കൂടെ വരുമോ, അതായത് ഒരു സ്വർഗീയ ജീവൻ പ്രാപിക്കാൻ വേണ്ടി ഒരു റാൻസം ആകുന്നതിന് വേണ്ടി ദൈവം തന്നെ വരണം എന്നുള്ള ഒരു ഡിമാൻഡിങ് അവിടെ ഉണ്ടോ? മനുഷ്യനെ വീണ്ടെടുക്കാൻ ഒക്കത്തില്ലെന്ന വാക്യത്തിന്റെ അർത്ഥം. അതെ, മനുഷ്യന് തന്റെ വീണ്ടെടുക്കാൻ ജീവനെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതും ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അതും നമ്മളെ ദൈവീക ജീവനിലേക്കാണോ നമ്മളെ റിഡീം ചെയ്യുന്നതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. തീർച്ചയായും വേദപുസ്തകത്തിന്റെ ബൈബിളിന്റെ മൊത്തമായ വീണ്ടെടുപ്പിന്റെ ചിത്രം അങ്ങനെയാണ്. അതെ, അതും കൂടെ ഒരു റീസൺ ആണോ, അതുകൊണ്ടായിരിക്കുമല്ലോ എന്ന് ഞാൻ കൺഫേം ചെയ്യുമായിരുന്നു. അത് അതെ, കർത്താവ് തന്നെ വീണ്ടെടുപ്പെന്ന് പറയുന്നത് ഒരു മറുവില കൊടുത്തിട്ടാണ്. ആ മറുവില കൊടുക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. അത് ദൈവം തന്നെ തൻ്റെ കൃപയുടെ ബഹുത്വത്തിൽ സാധ്യമാക്കി തീർത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുവേണ്ടിയാണ് ക്രിസ്തു വന്നത്. ആ വീണ്ടെടുപ്പ് എന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിലെല്ലാം കാണുന്നത് ദൈവത്തിങ്കിലേക്കുള്ള വീണ്ടെടുപ്പ് തന്നെയാണ്. അതിന് ഒരു രണ്ട് തരം ഇല്ല. അല്ല, എനിക്ക് അതാണ് ഞാൻ കൺഫേം ചെയ്തത്. താങ്ക് യു പാസ്റ്റർ. ഓക്കെ, സ്തോത്രം. എങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ വീണ്ടും ഏൽപ്പിക്കുകയും ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമാകുകയും ചെയ്യട്ടെ. കർത്താവിനോട് കൂടെയുള്ള നിത്യവാസത്തിനായി നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.